ക്രിസ്തീയ സന്തോഷം, യഥാർത്ഥ സന്തോഷം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ച് പൗലോസ് പറയുകയാണ്, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണത്? കർത്താവ് എനിക്ക് തന്നതായിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കുകയാണ് എന്ന് പറഞ്ഞ പൗലോസിന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിജയകരമായി ദൈവം ഏൽപ്പിച്ചത് നിവർത്തിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ സന്തോഷം തരുന്നതാണോ? ദൈവം എന്നെ വിളിച്ചതും എന്നെ ഏൽപ്പിച്ചതുമായ ദൗത്യം ഞാന് സന്തോഷകരമായി നിവർത്തിക്കുക, അതായിരിക്കണം എനിക്ക് സന്തോഷം നൽകുന്ന വിഷയം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്, നിങ്ങൾക്കറിയാം. അവിടെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും, പൂർണ്ണമായ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയണമെന്നുള്ളത് കർത്താവിന് തൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള ആഗ്രഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-24 വായിച്ച്, സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ഒരു വഴിയാണ്. ദൈവത്തോട് വല്ലതൊക്കെ ചോദിച്ച് പ്രാപിക്കുക. അപ്പോൾ കർത്താവ് പറയുന്നത് പൂർണ്ണമായി സന്തോഷിക്കത്തക്കവണ്ണം കിട്ടും. നമ്മൾ ചോദിച്ചത് അതുപോലെ നമുക്ക് ലഭിക്കുന്നൊക്കെ പറഞ്ഞ വലിയ സന്തോഷമാണ് എൻ്റെ വിചാരം. അപ്പോൾ സന്തോഷത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. 2 യോഹന്നാൻ 12 വായിച്ച്, വിശ്വാസികളെ മുഖാമുഖം സംസാരിക്കുക. ഇന്നിപ്പോൾ കമ്മ്യൂണിക്കേഷന് പല മാർഗങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് എഴുത്തേ ഉള്ളൂ ഒരു മാർഗം, പിന്നെ നേരെ മുഖതാവിലുള്ള സംസാരം. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനും പറയാനും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും അങ്ങനെ കത്തായിട്ട് അയച്ചാലൊന്നും എൻ്റെ സന്തോഷം പൂർണ്ണമാവില്ല. കാരണം ഒരു സൈഡല്ലേ പറയുന്നുള്ളൂ, കത്തും അയക്കുമ്പോൾ പ്രതികരണമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ ഞങ്ങൾ സന്തോഷമാണ് എന്നോട് അവർ പറയുമ്പോഴേക്കും അതിന് സന്തോഷം പൂർണ്ണമാകും. ഒരു സൈഡിൽ മാത്രം വർത്തമാനം പറയുമ്പോൾ ഒരു സന്തോഷം പൂർണ്ണമാവില്ല. അപ്പോൾ യോഹന്നാൻ പറയാണ്, നിങ്ങളെ മുഖതാവിൽ വന്ന് കണ്ട് വ്യക്തിപരമായി ഉള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അപ്പോൾ അത് ഇന്നും ശരിയാണ്. ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ വാങ്ങുന്നത് നമുക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരുമായിട്ട് കണ്ട് സന്തോഷിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതായിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് പറഞ്ഞത്, എൻ്റെ വേല തികയ്ക്കുന്നതാണ് എനിക്ക് സന്തോഷം. കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന വേല. പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ ഫൈനൽ എക്സാം എഴുതി വിജയകരമായി എനിക്ക് നല്ല മാർക്ക് കിട്ടും, 90% മാർക്ക് കിട്ടുമെന്ന് ഉറപ്പോടുകൂടെ ആൻസർ പേപ്പർ എക്സാമിനെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങി പോരുമ്പോൾ അവരുടെ മുഖത്ത് ഒരു മ്ലാനതയായിരിക്കും, ഒരു സന്തോഷമായിരിക്കും. കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നത് അതുപോലെയാണ്. പൗലോസും ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ജോലി പ്രസംഗിയും ഉപദേഷ്ടാവും അപ്പോസ്തലനുമായി നിയമിച്ചിരിക്കുന്നു എന്ന് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രസംഗി എന്ന നിലയിൽ നന്നായിട്ട് പ്രസംഗിക്കണം, അപ്പോസ്തലൻ എന്ന നിലയിൽ തൻ്റെ സഭകളെ സ്ഥാപിക്കുക, സഭകളെ വളർത്തുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നമുക്ക് സന്തോഷം. നമ്മുടെ വിശ്വാസികൾക്ക് അങ്ങനെയൊന്നും അല്ല സന്തോഷം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവർക്ക് അവരുടെ ജോലി ഉദ്യോഗം നന്നായി ചെയ്യുക, അവരുടെ ബിസിനസ് നന്നായി ചെയ്യുക, അവരുടെ മക്കളൊക്കെ നന്നായി പഠിക്കുക, ഇതൊക്കെ സന്തോഷത്തിലുള്ള വഴികളാണ്. അതെന്ന് ആർക്ക് പറയാൻ കഴിയും? പക്ഷെ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങളൊന്നും ടച്ച് ചെയ്തില്ല. എല്ലാം ദൈവികമായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന വിഷയങ്ങളാണ്. സന്തോഷം തേടിപ്പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. തൃശ്ശൂർ പൂരത്തിന് പോയി വെടിക്കെട്ട് കാണുന്നത് പോലെയാണ് ഇന്ന് അനേകരും അവരെ സന്തോഷം തേടിപ്പോകുന്നത്. ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന കാലത്ത് വെടിക്കെട്ട് എനിക്ക് കേൾക്കാമായിരുന്നു. വളരെ അടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്, അതുകൊണ്ട് രാത്രി മുഴുവൻ വെടിക്കെട്ട് കേട്ടുകൊണ്ടിരിക്കാമായിരുന്നു. എന്ത് സന്തോഷമാണെന്ന് ചോദിച്ചാൽ പറയില്ല, ഒരു ത്രില്ല്.
ഒന്നിനു പുറകെ ഒന്നായി പൂത്തിരികളും അമ്മിട്ടുകളും പൊട്ടിച്ചേറ്റ് ഒടുവിൽ കലാശക്കൊട്ടും കഴിഞ്ഞാൽ ആകെ കൂടെ അവശേഷിക്കുന്നത് ഒരു ഓർമ്മ മാത്രം. അത്രേ ഉള്ളൂ. അതിന് 2 ദിവസം കഴിയുമ്പോൾ ആ ഓർമ്മയും അങ്ങ് പോകും. ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ അങ്ങനെയാണ്. തൃശ്ശൂർ പൂരത്തിന് പകരം നമ്മുടെ പൂരമാണെന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഓരോ ഓർമ്മ മാത്രം. കഴിഞ്ഞ ആഴ്ചത്തെ സഭായോഗം ഓർത്ത് നിങ്ങൾ ഇപ്പോഴും സന്തോഷിക്കാറുണ്ടോ? സന്തോഷമായിരുന്നു. ഇതിൻ്റെ ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. എന്തൊരു ആനന്ദമായിരുന്നു കഴിഞ്ഞ ആഴ്ച കേട്ട വചന ശുശ്രൂഷ. അതിപ്പോഴും സന്തോഷമാണ്. കഴിഞ്ഞ ആഴ്ച സുവിശേഷ പ്രവർത്തനം എന്തൊരു സന്തോഷമായിരുന്നു. വീടുകളിലൊക്കെ പോയി സുവിശേഷം പറഞ്ഞു. ആളുകളെ സുവിശേഷം കേട്ടു. ചിലർക്ക് കർത്താവിനെ ഏറ്റു പറഞ്ഞു. അത് സന്തോഷം. കഴിഞ്ഞ ആഴ്ച കണ്ടുമുട്ടിയ സഹോദരന്മാരുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ചു. സന്തോഷമായിരുന്നു. അല്ലേ? അങ്ങനെ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ? നമുക്ക് സഹോദരന്മാരുമായിട്ട് സംസാരിക്കാൻ സമയമൊന്നുമില്ല. നമ്മൾ പറയും വളരെ അത്യാവശ്യമുണ്ട്, ഞാൻ ആടിനെ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പശുവിനെ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങൾ കാണും. അതൊക്കെ നമുക്ക് സന്തോഷമൊന്നു. ഇതിനിടയ്ക്ക് വരുന്ന ശല്യങ്ങളാണ് ഈ സഹോദരന്മാർ കയറി വരിക, സംസാരിക്കുകയെന്ന്, ഫോൺ കോൾ വേണ്ടാത്ത സമയത്ത് ഒരു ഫോൺ കോൾ വരിക എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കൊരു ശല്യമാണ്. അപ്പൊ കർത്താവ് നമുക്ക് നൽകുന്നതായിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് നിത്യമായ സന്തോഷമാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്ന അനുഭവങ്ങളിൽ ഒന്ന് ഞാൻ പറയട്ടെ, ഈ ക്രിസ്തീയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനൊക്കെ പറഞ്ഞ കർത്താവിൽ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ, എന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞത്. കർത്താവിനും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസികൾ തൻ്റെ ശിഷ്യന്മാർ സന്തോഷിക്കണം. അവർ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അവർ സന്തോഷിക്കണം. കർത്താവ് നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിത്യമായ സന്തോഷമാണ്. താൽക്കാലികമായ ഒരു സന്തോഷത്തിന്റെ ക്രമീകരണങ്ങളൊന്നും കർത്താവ് ചെയ്തിട്ടില്ല. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒതുങ്ങുന്ന സന്തോഷമല്ല കർത്താവ് നൽകുന്നത്, വലിയ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന സന്തോഷമാണ് കർത്താവ് നൽകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നടത്തുന്നു. 5 പ്രാവശ്യം സന്തോഷത്തെക്കുറിച്ച് ഈ പുസ്തകത്തിലെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കമായിട്ട് 5 സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ പൗലോസിനെ സന്തോഷിപ്പിച്ച വിഷയം തന്നെയാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത് യഥാർത്ഥ ക്രിസ്തീയ സന്തോഷത്തിന്റെ 5 സ്രോതസ്സുകളിലൂടെയാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. ഏതൊക്കെയാണത്? ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ച് പൗലോസ് പറയുക, നാട്യമായിട്ട് പ്രസംഗിച്ചാലും എനിക്ക് വിരോധമില്ല, പരമാർത്ഥമായിട്ട് പ്രസംഗിച്ചാലും വിരോധമില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്, ഇത് ഞാൻ സന്തോഷിക്കും എന്ന് പറയാം. സുവിശേഷ പ്രസംഗത്തെ സുവിശേഷം പറയുന്നു എന്ന കാര്യത്തിൽ പൗലോസ് സന്തോഷിക്കുന്നതാണ്. ഫിലിപ്പിയിലെ സഭയ്ക്ക് പുതിയ ഹോളുണ്ടായോ? ഫിലിപ്പിയിലെ സഭയിൽ ഇങ്ങനെ ആധുനികമായ പല കാര്യങ്ങളും നമ്മൾ സന്തോഷിക്കുമല്ലോ. പുതിയ കസേരയൊക്കെ വാങ്ങിച്ചിട്ടു, അല്ലെങ്കിൽ നമുക്ക് ആധുനികമായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടു, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നുമല്ല പൗലോസ് പറയുന്നത്. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ പൗലോസ് പറഞ്ഞത് എന്താ? ആളുകൾ വചനം പ്രസംഗിക്കുന്നു, അതാണ് എനിക്ക് സന്തോഷം. അതാണ് ആളുകൾ വചനം പ്രസംഗിക്കും. തെസ്സലോനിക്ക് ഫിലിപ്പിയിലെ ആളുകളെ സംബന്ധിച്ച ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹിച്ചാലും പ്രസംഗിക്കും, പിണങ്ങിയാലും പ്രസംഗിക്കും. അതവരുടെ സ്വഭാവം. സ്നേഹിച്ചാലും പ്രസംഗിക്കും, പിണങ്ങിയാലും പ്രസംഗിക്കും. ഒരു സുഖത്താ. ഇപ്പൊ ചിലര് പിണങ്ങിയാ പ്രസംഗിക്കുന്നത്, നാട്യമായിട്ട്. പരമാർത്ഥതയൊന്നുമില്ല, ആത്മാർത്ഥമൊന്നുമില്ല. പൗലോസ് വിചാരിച്ച് പൗലോസ് ജയിലോട്ട് പോയാൽ പിന്നെ സുവിശേഷവേലി അങ്ങ് നിന്ന് പോകുന്നു. പൗലോസ് വിചാരിച്ച് പൗലോസ് പോയാൽ പിന്നോട് സുവിശേഷമില്ല, ആത്മാക്കളെ രക്ഷിക്കപ്പെടുകയില്ല. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പൗലോസ് പുറത്തായിരുന്നപ്പോൾ ജയിൽ പോകുന്നതിന് മുമ്പ് പ്രസംഗിച്ചതിനൊക്കെ കൂടുതൽ വില ഞങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. പൗലോസ് പരമാർത്ഥമായിട്ടൊന്നുമില്ല, നാട്യമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അവർ പ്രസംഗിക്കുന്നത്, അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കാന്നില്ല. എനിക്കൊരു സന്തോഷമാണ്. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് കിട്ടുകയല്ല, ഒന്നുമല്ല. അതൊന്നുമല്ല. അന്നത്തെ വിശ്വാസികൾക്ക് വല്ലവരും എന്തെങ്കിലും ഒരു വാശി കാണിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയാം? പോയി അങ്ങ് പ്രസംഗിക്കും. തോൽപ്പിക്കാന്ന് വെച്ചാൽ കോടതിയിൽ ചന്തയിലോട്ട് ടൗണിലോട്ട് പോയി ഒരു ചെറിയ ആൻഡാക്കി നോക്കിയിട്ട് 1/2 മണിക്കൂർ അങ്ങ് പ്രസംഗിക്കും. കണ്ടോടാ, അതെ, ഞാൻ പ്രസംഗിക്കും, നീ എന്നോട് എന്ത് ചെയ്യും? യേശുവിനെ കുറിച്ച് പറയും, നീ എന്നോട് എന്ത് ചെയ്യും? നമ്മളങ്ങനെയല്ല. നമുക്ക് ഒരാൾക്ക് ഇട്ടക്കേട് വന്നാൽ എന്ത് ചെയ്യും?
വേറെ പല മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് പ്രസംഗം കൂടാതെ. അന്നത്തെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഏത് അവർക്കിതേ അറിയത്തുള്ളൂ. ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ. പൗലോസോ എന്നാൽ ഇവന്മാര് സത്യസന്ധമായിട്ടുള്ള പ്രസംഗമൊന്നുമല്ല, ഇവര് വാശിയിലും വൈരാഗ്യത്തിലുമാണ് കർത്താവിന്റെ പേരെ അങ്ങനെയാണോ ചെയ്യുന്നത്. മോശം, എനിക്ക് വലിയ വിഷമം വരുന്ന പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, പ്രസംഗിക്കുന്ന ആരെയാ? കർത്താവിൻ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നല്ലേ, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമെന്നല്ലേ അവർ പറയുന്നത്. അവരുടെ മോട്ടിവേഷൻ എന്തുമായിരുന്നോട്ടെ, പറയുന്നത് സത്യമിതല്ലേ, അവരതല്ലേ പറയുന്നത്, അതാ പറയുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷം, അതെനിക്ക് സന്തോഷം. പറയേണ്ട കാര്യം അവർ പറയുന്നത്, പറയേണ്ട വിധത്തിലല്ല പറയുന്നതേ ഉള്ളൂ, പക്ഷെ പറയുന്ന കാര്യമാണ് അവർ പറയുന്നത്. അതെ, സ്വർഗത്തിലും അങ്ങനെ തന്നെയാ അല്ലേ. കർത്താവ് കുടിനായ പുത്രന്റെ ഒക്കെ കഥ പറഞ്ഞപ്പോ 3 കാണാതെ പോയ ദ്രവ്യയുടെയും കാണാതെ പോയ ആടിന്റെയും കാണാതെ പോയ പുത്രന്റെയും കഥ പറഞ്ഞപ്പോ അതിൽ അവസാനം പറഞ്ഞത് അവണ്ണം തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. സ്വർഗത്തെ നമുക്ക് സന്തോഷിപ്പിക്കണമെങ്കിലേ എന്ത് ചെയ്യണം? ഒരു ഭാവിയെ പോയി അങ്ങനെ രക്ഷിക്കണം. ഇന്ന് ഞാൻ സ്വർഗത്തിൽ സന്തോഷം കൊടുക്കാൻ പോവാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൂതന്മാരും കൂടെ ഒന്ന് ചിരിക്കണം. ഞാൻ ഇന്നൊരു ട്രാക്റ്റുമായിട്ട് അങ്ങ് ഇറങ്ങാൻ പോവാ. വൈകുന്നേരം വരെ കണ്ടവർക്കെല്ലാം ട്രാക്റ്റ് കൊടുത്ത് വിശേഷം പറഞ്ഞു. വൈകിട്ട് വന്നപ്പോൾ 1-2 ആത്മാക്കളുമായിട്ട് ഇനി വന്നു. അപ്പൊ സ്വർഗത്തിൽ ഭയങ്കര കലകല ചിരിയ, ഭയങ്കര സന്തോഷമാണ്. പ്രൈസിനോടും ഹല്ലേലൂയ ഗ്ലോറിയ. കാരണം എന്താ, ഒരു മനുഷ്യൻ വാശിയിലാണെങ്കിലും വൈരാഗ്യത്തിലാണെങ്കിലും അവനെന്താ ചെയ്തത്? നമ്മളെങ്ങനെയാണെന്നറിയാമോ? അവർ സന്തോഷമൊന്നുമില്ല, പിന്നെ എന്നെ സൂര്യയുടെ പ്രവർത്തനം. സഹോദരന്മാരെ സ്നേഹം ഉണ്ടായിട്ട് വേണ്ടി സൂര്യയുടെ പ്രവർത്തനം പറയാം. അവരങ്ങനെയല്ല. സഹോദരന്മാരെ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹമില്ല, ഞാൻ എന്ത് ചെയ്യും? സൂര്യയുടെ പ്രവർത്തനം. അതാ ഭാര്യയുമായിട്ട് വഴക്ക് കെട്ടിയാലും വഴക്ക് തീർക്കാനായിട്ട് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ അയാൾ ടൗണിൽ പോയി പ്രസംഗിക്കും. ഭർത്താവുമായിട്ട് വഴക്ക് കെട്ടിയാലും സന്തോഷം വരാൻ അവളെന്താ ചെയ്യുന്ന ചോദിച്ചാൽ അയലോകത്ത് 2 പേരുടെ പോയി, ചേച്ചി കേട്ടോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ച കാര്യം അറിയാമോ? അതവർ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ സ്വഭാവമൊന്നുമില്ല. നാട്യമായിട്ടായാലും പ്രസംഗിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സുവിശേഷം എവിടെ ആര് പ്രസംഗിച്ചാലും അതിൽ സന്തോഷിക്കും. ഈ കോടതി ടൗണിലൊക്കെ ഒരു മനുഷ്യൻ നിന്ന് പുല്ലാട്ട് പോകുന്നു പ്രസംഗിക്കും, നിങ്ങൾ കേട്ട് കാണും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ മനുഷ്യന് കർത്താവിനെ കുറിച്ച് ലജ്ജയില്ലാത്തൊരു മനുഷ്യനാണല്ലോ അല്ലേ. കർത്താവിനെ കുറിച്ച് ലജ്ജയില്ലാത്തൊരു മനുഷ്യൻ്റെ ഞാൻ ഓർത്ത് എപ്പോഴും ദൈവത്തെ വണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന്, കർത്താവ് ലജ്ജയില്ലാത്തൊരു മനുഷ്യനെങ്കിലും ഈ നാട്ടിലുണ്ടല്ലോ. സുബോധമുണ്ടോ, സുബോധമില്ലയോ, തിയോളജി അറിയാമോ, പ്രസംഗശാസ്ത്രം അറിയാമോ, വ്യാഖ്യാനശാസ്ത്രം അറിയാമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾക്ക് ഒരു കാര്യം അറിയാം, യേശുവിനെ പ്രസംഗിക്കാനായി. നമ്മളെന്ത് പറയും? ഭ്രാന്താന്ന്, ഭ്രാന്തനാന്ന്, അയാൾ ഭ്രാന്തനാന്ന് പറയും. വാസ്തവത്തിൽ ഭ്രാന്താർക്കാ? വാസ്തവത്തിൽ ഭ്രാന്താർക്കാ? നമുക്കല്ലേ ഭ്രാന്ത്, നമുക്കാ ഭ്രാന്ത്. അങ്ങനെയുള്ളവരെ ഓർത്ത് സന്തോഷിക്കണം. ദൈവം അവരെയൊക്കെ മാനിക്കും. ഇവിടെ മൈലപ്ര ഒരു കുടുംബം ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഉപദേശിയും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നവർക്ക് മരിച്ചുപോയി. ഭാര്യയും ഭർത്താവും കൂടെ ഇറങ്ങുന്നത് സൂര്യ വിലയ്ക്ക്. ഇവിടെ എല്ലാം വന്ന് നീ ഇതൊക്കെ വില ഇവിടെ എല്ലാം വന്നത് പ്രസംഗിക്കും. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ കഞ്ഞിയും വെക്കില്ല, കഞ്ഞിയും വെക്കില്ല. 8-10 പിള്ളേരും ഉണ്ട്, 10-12 പിള്ളേരും ഉണ്ട്. ഈ പിള്ളേരെ ഒന്നും നോക്കുകയില്ല, കുളിപ്പിക്കുകയില്ല, സ്കൂളിൽ വിടുകയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അവർ രണ്ടുപേരും രാവിലെ ബൈബിൾ എടുത്ത് ഇറങ്ങും. ഭർത്താവ് പ്രസംഗിക്കും, ഭാര്യ ഏറ്റു പറയും. അങ്ങനെ ഭർത്താവ് പ്രസംഗിക്കും, ഭാര്യ ഏറ്റു പറയും. അപ്പൊ അങ്ങനെ നടന്നു. പിന്നെ അവരുടെ ബന്ധത്തിൽപ്പെട്ടവരും വീട്ടുകാരും ഒക്കെ ആ വീട്ടിലൊക്കെ പോയി പിള്ളേർ വല്ലതും കഴിക്കാൻ സ്കൂളിലൊക്കെ പോയത്. ഏതായാലും ആ പിള്ളേർ ഇപ്പൊ എന്ത് പറയുന്നത് അറിയാമോ? ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയും ബൈബിൾ ചുമന്നുകൊള്ളായിരുന്നു, ഞങ്ങളിപ്പോ ഡോളറാകും. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയും ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നു, ഞങ്ങളിപ്പോ ഡോളറായി. ശരിയാ കേട്ടോ. 10-12 പിള്ളേരുണ്ട്, എല്ലാം കോടീശ്വരന്മാർ, എല്ലാം കോടീശ്വരന്മാർ, എല്ലാ അമേരിക്കയിലും കാനഡയിലും ഇഷ്ടംപോലെ സ്വന്തം. ആ പിള്ളേർ പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയും ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നു, ഞങ്ങളിപ്പം ഡോളർ ചുമന്നുകൊണ്ടാണ്. ദൈവം അങ്ങനെ. സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്ത മനുഷ്യരെ കർത്താവിന് വളരെ ഇഷ്ടമാണ്, പൗലോസിന് വളരെ ഇഷ്ടമാണ്. ഒരാത്മാവ് രക്ഷിക്കപ്പെടുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷം വരുന്നത്. നമുക്ക് പുതിയ ഹോള് വെക്കുമ്പോഴോ, നമുക്ക് പുതിയ
കാർ വാങ്ങുമ്പോഴോ നമുക്ക് പുതിയ വീട് വെക്കുമ്പോഴോ ഒന്നുമല്ല സ്വർഗത്തിൽ സന്തോഷം വരുന്നത്. സ്വർഗത്തിൽ സന്തോഷം വരുന്നത് ആത്മാവ് രക്ഷിക്കപ്പെടും. അപ്പോൾ പൗലോസ് കണ്ടതായിരിക്കുന്ന ഈ യഥാർത്ഥമായ സന്തോഷത്തിന്റെ അനുഭവം നാമും കണ്ടെത്തണം. സ്നേഹിച്ചാലും പ്രസംഗിക്കും, പിണങ്ങിയാലും പ്രസംഗിക്കും. പണ്ടാരോ പറഞ്ഞു, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലുമെന്ന്. ഇവിടെ അങ്ങനെയല്ല. സ്നേഹിച്ചാലും പ്രസംഗിക്കും, പിണങ്ങിയാലും പ്രസംഗിക്കും. ആ ഒരു ശൈലിയൊക്കെ നമുക്ക് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്താലും പ്രസംഗിക്കുന്ന ശൈലി. അപ്പോൾ ഫിലിപ്പയിലെ വിശ്വാസികൾ അങ്ങനെയാണ്. അവർക്ക് ഒന്നേ അറിയത്തുള്ളൂ, സുവിശേഷം പ്രസംഗിക്കും. തമ്മി വഴക്കുണ്ടാക്കിയാൽ സുവിശേഷം പ്രസംഗിക്കും. അവരുടെ വാശി തീർക്കുന്നതെല്ലാം തെരുവിലെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ വാശി തീർക്കുന്നതെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അല്ല, നീ ഇന്ന ഒരാളോട് പറഞ്ഞാൽ ഇന്ന് 9 പേരോട്. അപ്പോൾ അവൻ പറഞ്ഞു, നീ 9 പേരോട് പറഞ്ഞാൽ നാളെ 90 പേരോട്. എന്നാൽ നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം, ആരാ കൂടി സുവിശേഷം പറയുന്നു. അല്ലേ? നമ്മളെന്താ പറയുന്നത്? നീ ഒരു തെറി പറഞ്ഞാൽ 9 തെറി പറയും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മാർഗം അതാണ്. ഇതൊക്കെ നമുക്ക് വിടണം. അവർക്ക് ഒരേ ഒരു സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ, സുവിശേഷ പ്രസംഗം. പൗലോസിന് ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ. നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഈ രണ്ട് പ്രയോഗങ്ങൾക്ക് നടുവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിടവുണ്ട്. ഒരു കാര്യത്തിൽ എന്നാൽ യോജിപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് പ്രസംഗിക്കേണ്ടത്. രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അക്കാര്യം എങ്ങനെയും മറ്റുള്ളവരോട് പറയണം. സുവിശേഷ പ്രകരണം നമുക്ക് ആനന്ദം നൽകുന്ന അനുഭവമായിരിക്കണം. ആരെവിടെ സത്യസുവിശേഷം പ്രസംഗിച്ചാലും നാം അതിൽ സന്തോഷിക്കണം. എല്ലായ്പ്പോഴും സന്തോഷിക്കണം. നമുക്ക് വേദന ഉളവാക്കുന്ന 2 കാര്യങ്ങളായിരിക്കണം. ഒന്ന്, സുവിശേഷത്തിന്റെ സത്യത്തിൽ മായം ചേർക്കുന്നു. അവിടെ നമുക്ക് പൗലോസ് പറഞ്ഞു, ഇവർ സുവിശേഷത്തിന് സത്യത്തിൽ മായം ചേർക്കുന്നില്ല. അവർ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് നാട്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിൽ മായം ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് സന്തോഷിച്ചു. യേശു ക്രിസ്തു മാതാവും കൂടെ നിങ്ങൾ രക്ഷിക്കുന്നു പറഞ്ഞാൽ പൗലോസ് സന്തോഷിക്കില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷകനാണ്. അതേ അവർ പ്രസംഗിച്ചു. അപ്പൊ സുവിശേഷത്തിൽ എവിടെയെങ്കിലും മായം ചേർത്താൽ നാം ദുഃഖിക്കണം. രണ്ടാമത് നാം ദുഃഖിക്കേണ്ടത് സുവിശേഷം അറിയിക്കുന്ന വിശ്വാസികൾ പരാജയപ്പെട്ടാൽ ദുഃഖിക്കും. സുവിശേഷം അറിയിക്കുന്ന വിശ്വാസികൾ പരാജയപ്പെട്ട അവിടെ നാം ദുഃഖിക്കണം. ഈ പരാജയം ഏത് കാരണത്താലും ആകാം. സഭയുടെ ദർശനം നഷ്ടപ്പെടുക വഴിയാകാം, രാജ്യത്തെ നിയമങ്ങൾ എതിരാകുന്നത് കൊണ്ടാകാം, ജനങ്ങൾ സുവിശേഷത്തെ എതിർക്കുന്നത് കൊണ്ടാകാം. അങ്ങനെ പല വഴിയിൽ അതൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ട്. ഇപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, അയൽക്കാരൻ സഭായോഗത്തെ എതിർത്ത് പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസ് വിളിച്ചു, പ്രശ്നമായി കിടക്കുക. 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ സൗകര്യം വിളിച്ചു പറഞ്ഞു, വേറെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 59 RSSകാർ കയറി വന്നു. അതുപോലെ ബഹളം ഉണ്ടാക്കി. പിന്നെ DSP വിളിച്ചു. DSP ചില പോലീസുകാരെ വിട്ടു. അങ്ങനെ അവിടെയും പ്രശ്നമായി കിടക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്. അതൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നു. കാരണം സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ല. സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് പ്രസംഗിക്കാനായിട്ട് ഒക്കുന്നില്ല. മറ്റിടങ്ങൾ അങ്ങനെയല്ല. സുവിശേഷത്തിന് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പ്രസംഗിക്കാനാണില്ല. എല്ലാവരും വേറെ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ഇരിക്കുക. പൗലോസ് പറയുന്ന 2ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പിലെ 2-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം. ഇങ്ങനെ എൻ്റെ സന്തോഷം, ഫിലിപ്പിയർക്ക് പൗലോസ് അപ്പോസ്തലന്റെ സന്തോഷം പൂർണ്ണമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയെന്ന് പറഞ്ഞതിന് കുറെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു. എന്തൊക്കെയാണ്? എന്തൊക്കെയാ ഒന്നുകൂടെ വായിച്ചത് നിങ്ങൾ കേട്ടോ? ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പ്രബോധനം ഉള്ളത് കൊണ്ട്, ഫസ്റ്റ് ക്ലാസ് കണ്ടീഷനാണ് ഗ്രീക്കിലെ. പിന്നെ സ്നേഹത്തിന്റെ ആശ്വാസം ഉള്ളത് കൊണ്ട്, ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളത് കൊണ്ട്, ആർദ്രതയും മനസ്സലിവും ഉള്ളത് കൊണ്ട്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി
ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവം ഉള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കി. പൗലോസിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഒരു 5000 രൂപയുടെ ചെക്ക് അയച്ചു കൊടുത്തുകൊണ്ടൊന്നും സന്തോഷക്കുറവൊന്നുമില്ല. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ തന്നെ നിങ്ങൾ അയച്ചു തന്നത് ഞാൻ സുഗ്രാഹ്യമായി സ്വീകരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല പൗലോസിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കും. വിശ്വാസികളുടെ ഐക്യതയാണ്, വിശ്വാസികളുടെ സ്നേഹബന്ധമാണ്, വിശ്വാസികൾക്ക് തമ്മിലുള്ള ആർദ്രതയാണ്, ആ മനോഭാവമാണ്. അതുണ്ടായിട്ട് വേണം എന്നിട്ട് നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ. അന്യോന്യം പിണങ്ങി നിൽക്കുന്ന 4-5 മക്കളാണ് ഒരു അപ്പനുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ അപ്പന് എന്തോ ഒരു ദുഃഖമായിരിക്കും അല്ലേ? ഒന്നൊന്നിനോട് വഴക്കിട്ടിരിക്കുക. എന്നാൽ അപ്പം മക്കളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നെങ്കിൽ അപ്പന് വലിയ സന്തോഷമായിരിക്കും. പാവപ്പെട്ടവരാണെങ്കിൽ സന്തോഷമായിരിക്കും. പണ്ട് ചെറുപ്പത്തിൽ കേട്ട കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ അമ്മയൊക്കെ പറഞ്ഞിരുന്ന കഥകളാ. എന്താ, ഒരു വീട്ടില് 4-5 മക്കളുണ്ട്, അവര് ഭയങ്കര പിണക്കാ, തൊട്ടതിനെല്ലാം പിണക്കം. അപ്പൊ അമ്മ ഒരു ദിവസം തീരുമാനിച്ചു, ഇവരെ ഈ ഐക്യതയുടെ മഹത്വം പഠിപ്പിക്കണം. അമ്മ ഒരു 6 വടി 5 പേരാണ്, 5 വടി എടുത്തുണ്ടോ, ചെറിയ പിള്ളേരെ തലേദിവസത്തിൽ 5 കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കൂട്ടിക്കെട്ടി, നീളമുള്ള കമ്പ, ഇത് കൂട്ടിക്കെട്ടി. എന്നിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഒട്ടിക്കാൻ പറഞ്ഞു. ഓരോരുത്തരും പിടിച്ച് മുട്ട വെച്ച് ഒട്ടിക്കാനൊക്കെ നോക്കിയിട്ട് ഒട്ടിക്കില്ല. എന്നിട്ട് 5 പേരോടെയും കൈ കൊടുത്തു നിങ്ങൾ ഒരുമിച്ച് ഒട്ടിക്കാൻ നോക്കാൻ പറഞ്ഞു. അവർ ഒരുമിച്ച് ശ്രമിച്ചും അത് ഒടിഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ, ഐക്യത ഉണ്ടെങ്കിൽ ഇതാണ്. ഒറ്റയ്ക്ക് നിങ്ങൾ വിചാരിച്ചാൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീരുവില്ല. എന്നാൽ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. പിണങ്ങിയിട്ട് വലുത വിജയമുണ്ടോ? ഒരു വിജയവും ഇല്ല. അതെ, പൗലോസ് അതാ പറയുന്നത്. ക്രിസ്തുവിൽ വല്ല ഐക്യതയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹബന്ധമുണ്ടെങ്കിൽ, ആർദ്രതയുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ, പ്രബോധനമുണ്ടെങ്കിൽ, നിങ്ങൾ ഏകഭാവവും ഏക മനസ്സുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ അവരെ ആർക്കും പരാജയപ്പെടുത്താനായിട്ട് സാധ്യമല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലെ പൗലോസ് എന്താ പറഞ്ഞത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. ഞാൻ പറഞ്ഞ കഥയെ അത് തന്നെയായിരുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ. നമുക്ക് ഐക്യപ്പെടാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, വേറൊരു വഴിയില്ല. ആത്മാവിന്റെ ഐക്യത, പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിലേ ഉള്ളൂ. വേറെ നമുക്ക് എന്താ ഉള്ളത്? ഒരു വീട്ടുകാരല്ല, ഒരു കുടുംബക്കാരല്ല. നമുക്കങ്ങനെ പറഞ്ഞു വന്നാൽ നമ്മുടെ സംസ്കാരം ചിലപ്പോൾ ഒന്നല്ല, നമ്മുടെ രീതികളൊന്നല്ല, നമ്മുടെ ദർശനങ്ങളൊന്നല്ല. പിന്നെ നമുക്ക് ഒന്നെന്ന് പറയാനുള്ളത് എന്താണ്? ആത്മാവിന്റെ ഐക്യത. അത് പരിശുദ്ധാത്മാവിന്റെ ഐക്യതയാണ് നമുക്കുള്ളത് ഒരുമിച്ച്. അപ്പൊ അതിൽ നമ്മൾ ബലപ്പെട്ട് വേണം മുന്നോട്ട് പോകാൻ. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് ഒക്കെ കർത്താവ് പ്രാർത്ഥിച്ചൊക്കെ അറിയാം. പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. വിശ്വാസികളുടെ ഐക്യത എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളവാക്കും. പൗലോസ് അതാ പറഞ്ഞത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പോലെ ഐക്യമത്യപ്പെട്ട് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ. ഭാഗിക്കപ്പെട്ട് വിഭാഗീയ ചിന്തകളുള്ള, മല്ലുള്ള, വഴക്കുള്ള ഒരു സഭ ഒരിക്കലും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയില്ല. പ്രത്യേകിച്ച് അവിടെ അധ്വാനിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകൾക്ക് എന്ത് സന്തോഷമാണ്? ഒരു സന്തോഷവും ഇല്ല. വിഭാഗീയത എത്ര വേദനാജനകമാണ്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. കൊരിന്തിലെ സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നതയുടെ വേദന പൗലോസിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഭിന്നിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനോ ഭവനത്തിനോ നിലനിൽക്കാൻ സാധിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഒരു രാജ്യം അതിൽ തന്നെ ചിത്രിച്ചാൽ നിലനിൽക്കില്ല. സഭയെക്കുറിച്ചും ഈ സത്യം ഒന്നാണ്. ഏതെങ്കിലും ഒരു സഭയിൽ ഭിന്നതയുള്ളത് നിങ്ങൾ കാണിക്കാമെങ്കിൽ അധികം താമസിയാതെ സഭ ഇല്ലാതെയാകുന്നത് ഞാൻ കാണും. ഒന്നും ചെയ്യണ്ട, തന്നെ ചിത്രിച്ചങ്ങ് വെക്കൂ. അത് പോയേ വെക്കൂ. അല്ലെങ്കിൽ പിന്നെ പലരും തെറ്റാണല്ലോ. അതുകൊണ്ടത് പോയേ വെക്കൂ. അതിനെ രക്ഷിക്കാനൊന്നും ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതില്ലാതെയാകും. മറ്റെന്തൊക്കെ ഉണ്ടായാലും
ഐക്യതയില്ലെങ്കിൽ എന്ത് സന്തോഷമാണ്? എവിടെ ഭിന്നതയുണ്ടോ അവിടെ സന്തോഷമില്ല. എവിടെ ഭിന്നതയുണ്ടോ അവിടെ സന്തോഷമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കാനാവും. എനിക്കും സഹോദരന്മാരോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. ചില സഭകളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ദുഃഖവും വളരെ നിരാശയൊക്കെയാണ്. വേറെ എല്ലാം കൂടെ ഓർക്കും വലിയ സന്തോഷമാണ്. മൂന്നാമത് പൗലോസ് തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാനാ പറഞ്ഞ, ഇപ്പൊ പറഞ്ഞ പൗലോസ് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാം. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ താൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സന്തോഷിക്കാം, നിങ്ങളും എന്നോട് കൂടെ സന്തോഷിക്കാം. എങ്ങനെയാ സന്തോഷിക്കേണ്ടത്? നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ, ഒരു രക്തസാക്ഷിയായി നിങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും, നിങ്ങളും അതിൽ സന്തോഷിക്കണം. അയ്യോ ഞങ്ങളുടെ പൗലോസച്ചായം പോയല്ലോ, ഇനി അങ്ങനെ ആരാണ്? അങ്ങനെയല്ല. ഞങ്ങളുടെ പൗലോസ് സഹോദരൻ വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി രക്തസാക്ഷി മരണം മരിച്ചല്ലോ, സ്തോത്രം. സ്തെഫാനോസ് രക്തസാക്ഷി മരണം മരിച്ചല്ലോ, സ്തോത്രം. യാക്കോബിനെ ശിരച്ഛേദം ചെയ്തല്ലോ, സ്തോത്രം. എത്രയോ കോടിക്കണക്കിന് വിശ്വാസികളാണ് രക്തസാക്ഷികളായിട്ട് തീർന്നത്. അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയല്ല. അവരുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചതിനോ അവരുടെ പിള്ളേരെ പഠിപ്പിച്ചതിനോ അവർ വീട് വെച്ചതിനോ സ്വത്ത് വാങ്ങിച്ചതിനോ ഒന്നുമല്ല രക്തസാക്ഷിയായിട്ട് തീർന്നത്. അവർ രക്തസാക്ഷിയായിട്ട് തീർന്നത് വിശ്വാസികളെ വളർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു, പ്രസംഗിച്ചു, വിശ്വാസികൾക്ക് ബൈബിൾ ക്ലാസ്സുകൾ എടുത്തു, സുവിശേഷം അവരോട് പറഞ്ഞു, അവരെ സ്നാനപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് അവർ രക്തസാക്ഷികളായിട്ട് തീർന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കഷ്ടത ഒരു വിശ്വാസിയെ വളർത്താനായിട്ട് സഹിക്കുന്ന കഷ്ടതയാണ്. ഏതെങ്കിലും ഒരു കഷ്ടത ഒരു വിശ്വാസിയെ വളർത്താനായിട്ട് സഹിക്കുന്ന കഷ്ടതയാണ്. അപ്പൊ പൗലോസ് പറയാം, നിങ്ങളെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അപ്പൊ അവര് സന്തോഷിക്കുമെന്നാ പറഞ്ഞേ. പൗലോസ് രക്തസാക്ഷിയായി മരിക്കുമ്പോൾ അവരെല്ലാവരും സന്തോഷിക്കും. ദുഃഖമുണ്ട്, ദുഃഖമില്ലെന്നല്ല പറഞ്ഞത്, അതിനേക്കാൾ അപ്പുറത്ത് സന്തോഷം. ഈ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ജോലിയാണ് മിഷണറിമാരും സുവിശേഷന്മാരും ഒക്കെ ചെയ്യുന്നത്. ആ ജോലി വിജയകരമായി നിവർത്തിക്കുവാൻ പലപ്പോഴും രക്തസാക്ഷിത്വം ആവശ്യമായിട്ട് വരും. അങ്ങനെ വിശ്വാസികളുടെ വളർച്ചയ്ക്കായി ഒരു രക്തസാക്ഷിയാകേണ്ടതിനായിട്ട് ഇടയായാൽ സന്തോഷിക്കുമെന്ന പോലും, ഞാനത് സന്തോഷിക്കും. ഞാൻ രക്തസാക്ഷിയായി തീരേണ്ടി വന്നാൽ സന്തോഷിക്കും. രക്തസാക്ഷിയായിട്ടൊക്കെ തീരുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും ദൈവം കൊടുക്കുകയില്ല. അതൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയ ആദരവ് കിട്ടുന്നതായിരിക്കുന്ന ശുശ്രൂഷയാണ്. സുവിശേഷത്തിന് വേണ്ടി മരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. നിങ്ങളോട് കൂടെ സന്തോഷിക്കുമെന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. കാരണം ഫിലിപ്പിയിലെ വിശ്വാസികൾ കർത്താവിൽ ശക്തരാകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷത്തിൽ പൗലോസും പങ്കുചേരുമെന്നാണ്. നിങ്ങളുടെ സന്തോഷത്തിൽ അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ. ഒരു സത്യക്രിസ്ത്യാനി സഹവിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരാണ്. യോഹന്നാൻ പറഞ്ഞ എന്താണ്? എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷം. യോഹന്നാൻ പറഞ്ഞ താനെ സ്ഥാപിച്ച, താൻ ശുശ്രൂഷ ചെയ്യുന്ന സഭകളിലെ വിശ്വാസികൾ എല്ലാവരും സത്യമായിട്ട് നടക്കുന്നു. പത്യോപദേശം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനുള്ള സ്നേഹത്തിലും പരിശുദ്ധാത്മാവിനുള്ള വിധേയത്വത്തിലും ദൈവജന പ്രകാരം ജീവിക്കുന്നു എന്നൊരു സാക്ഷ്യം കേൾക്കുന്നതാണ്. അതിനേക്കാൾ വലിയ സന്തോഷമൊന്നും എനിക്കില്ലെന്നാണ് പറയുന്നത്. ഒരാൾ സഭയിൽ ഒരാൾക്ക് IAS കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഒന്നും സന്തോഷിക്കുകയില്ല. IAS കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര വിശ്വാസികൾക്ക് കിട്ടുന്ന IAS? എത്ര വിശ്വാസികൾ IASകാരാകുന്നു? പിന്നെ ഒരു വിശ്വാസി IAS ആയതെന്താ സന്തോഷിക്കുക? ഒന്നുമില്ല സന്തോഷിക്കുന്നത്. പക്ഷേ നശിച്ചു പോകേണ്ട ഒരുവൻ കർത്താവിൻ്റെ ഭാഗത്ത് വരികയും അവൻ സഹോദരന്മാർക്ക് സന്തോഷം ഉളവാക്കുന്നവനായി തീരുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ഒരു സത്യക്രിസ്ത്യാനി സഹവിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് കാണുമ്പോൾ അവൻ സന്തോഷിക്കേണ്ടതാണ്. അവൻ സന്തോഷിക്കാൻ കഴിയാത്ത ഒരുത്തനാണെങ്കിൽ അവൻ വിശ്വാസിയൊന്നുമല്ല. യോഹന്നാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പൗലോസ് പലപ്പോഴും പറഞ്ഞു, എന്നോടുകൂടെ സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിക്കും.
ഒരുമിച്ച് സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഒരുമിച്ച് സന്തോഷിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം. ഈ സുവിശേഷ വേലയ്ക്കൊക്കെ പോയിട്ട് വരുമ്പം ഭയങ്കര സന്തോഷമാണ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ പോയി സുവിശേഷ വേല ചെയ്യും. ഞാനും വയ്യായെങ്കിലും ആ വീടുകളൊക്കെ കയറി ഇറങ്ങി നടക്കാനായിട്ട് പോകും. വളരെ ബുദ്ധിമുട്ടാണെങ്കിലും വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വരുമ്പോൾ എല്ലാവരും അവർ പോയ വീടുകളെ കുറിച്ചുള്ള സാക്ഷ്യമൊക്കെ പറയും. വലിയ സന്തോഷമാണ്, വലിയ സന്തോഷം. ആളുകൾ എങ്ങനെയാ പ്രതികരിച്ച്, ചിലർ ഇത് പറഞ്ഞു, ചിലർ അനുകൂലം പറഞ്ഞു, ചിലർ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. അത് ഭയങ്കര സന്തോഷമുള്ള അനുഭവങ്ങളാണ്. അതേപോലെ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എനിക്ക് സന്തോഷം ഉണ്ടാവും. ഞാനീ വയ്യായെങ്കിൽ ഓടി നടക്കുന്ന എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി. വയസ്സെന്ന കാലത്ത് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ്. സുവിശേഷം പറയുക, ആത്മാവ് രക്ഷിക്കപ്പെടുകയും മറ്റുള്ളവരുടെ സുവിശേഷന്മാരോട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം ഭയങ്കര സന്തോഷമാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. ഒടുവിൽ ഫൈനലി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പറയേണ്ട കാര്യമൊന്നും നിലയിലല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് സന്തോഷിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളാണ് സ്ഥായിയായ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവസന്നിധി രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാകും, എന്തൊരു സന്തോഷം. ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോയിരിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇതുപോലെ നശിച്ച ഒരു ദിവസം ചിലപ്പില്ലെന്ന് തോന്നും. കർത്താവിനോട് പ്രാർത്ഥിക്കാനൊക്കെ എന്തൊരു സന്തോഷം. പൗലോസും പറയുന്നതാണ്, ഒടുവിൽ സഹോദരന്മാരെ കർത്താവിൽ പറയണം. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതുന്നതിൽ, നേരത്തെ എഴുതിയാണ് പിന്നെ എഴുതുന്നതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല എന്ന് പറയാൻ പൗലോസ് പറയുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞാലും മടുത്തു പോകാത്ത ഒരു കാര്യം സന്തോഷിപ്പി എന്ന് പറയാം. കർത്താവിൽ സന്തോഷിപ്പി എന്ന് പറയാം. നഷ്ടം വന്നാൽ, കഷ്ടം വന്നാൽ, മരണം വന്നാൽ, പരാജയം വന്നാൽ, നിന്ന വന്നാൽ, പരിഹാസം വന്നാൽ കർത്താവിൽ സന്തോഷിക്കുക. അതൊരു വലിയ സന്തോഷമാകട്ടെ. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ സന്തോഷിക്കുവാനാണ്. അതാർത്ഥം. കർത്താവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പാപമോചനം, നമ്മുടെ പേര് ജീവസ്വത്ത് എഴുതിയത്, പിതാവായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, നിത്യസ്വർഗം, ഇതെല്ലാം കർത്താവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇതൊക്കെ ഓർത്ത് അനുഗ്രഹിക്കാൻ നാം സന്തോഷിക്കണം. സ്വന്തം കിടക്കപ്പാടമില്ലാതെ പുറമ്പോക്കില് ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിന്റെ കീഴിലെ ഭാര്യയും ഭർത്താവിനോട് 3 പിള്ളേരും ഇരിക്കുക വിശ്വാസികളാണ്. അവർ മേപ്പെട്ട് നോക്കിയാൽ ആകാശം കാണാം. മഴ പെയ്ത പകുതി വെള്ളം അടിക്ക് വരും. പുറത്തോട്ട് നോക്കിയാൽ എന്താണ്? പുറമ്പോക്ക് ഭൂമിയാണ്. കാടും പിടിച്ച പാമ്പും തേളും എല്ലാമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെന്താ സന്തോഷിക്കുന്നത്? കർത്താവുമായുള്ള ബന്ധത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഭവനം ഒരുക്കിയാൽ വരുന്നു. കർത്താവ് നമുക്ക് വീട് വെക്കാൻ പണിയാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഇതേക്കുറിച്ച് അധികം വിഷമിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒന്നും സന്തോഷിക്കാൻ കഴിയുന്ന ആളുകളല്ല. അങ്ങനെ സന്തോഷിക്കാൻ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. നമുക്കുള്ള ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് സന്തോഷിക്കുന്നവരാണ്. ഭാവി പ്രത്യാശയെ സന്തോഷിക്കുന്നവരല്ല. അപ്പൊ പിതാവുമായുള്ള നമ്മുടെ ബന്ധം എന്തോ ഒരു സന്തോഷമാണ്. നമുക്ക് പുത്രത്വമുണ്ട്, നമുക്ക് ദൈവമായ നിരപ്പുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത് തന്നെ എന്തോ ഒരു വലിയ കാര്യമാണ്. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ട് ദൈവസന്നിധി പോയി ദൈവത്തിന്റെ മേശമേൽ അതെല്ലാം വെച്ച് കഴിയുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാം. ചില സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറയും. എങ്ങനെ ആ കാര്യം നടത്തുന്നത്, ഈ കാര്യം എങ്ങനെ നടക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഗ്രേസ് പറയും, പോയിരുന്നു പ്രാർത്ഥിക്കും. ഇത് പറഞ്ഞോണ്ട് ഇവിടെ തന്നെ ഞാൻ ശരിയല്ലേ? ഭാര്യയൊക്കെ പോരുന്ന് പറഞ്ഞിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞതുപോലെ കാര്യമില്ല. പോരുന്ന് പ്രാർത്ഥിക്കുന്നു പോലെ. അപ്പൊ ഞാൻ പോരുന്ന് പ്രാർത്ഥിക്കും. അതെ, അത് ചെറിയൊരു അനുഭവമല്ല, വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമെന്നും തരുമെന്നും ഉള്ളത് നമുക്കറിയാം. അപ്പൊ വിശ്വാസികളായ നമുക്ക് സന്തോഷിക്കുവാൻ മാത്രമേ കാരണമുള്ളൂ. നമുക്ക് ദുഃഖിക്കാൻ എന്ത് കാരണമാണ്? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്?
നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ആലപ്പുഴ കച്ചവടം കഴിഞ്ഞ് വന്നിരിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. ഇന്ന് പോയി കൊപ്രായ എല്ലാം നഷ്ടത്തിലാണ് വിറ്റത്. ആകപ്പാടെ കാശങ്ങ് പോയി. ഒരാളുടെ മുഖത്ത് പോലും ഒരു സന്തോഷമില്ല. ഇതൊക്കെ ഞാൻ സന്തോഷത്തിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഒന്ന് ചിരിക്കേണ്ടത് വരും പോലെ നിങ്ങളുടെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. സന്തോഷത്തെ കുറിച്ച് പറയുമ്പോഴെങ്കിലും ഒരു സന്തോഷം കണ്ടില്ലെങ്കിലും പിന്നെ ഇപ്പൊ എന്തിനാ സന്തോഷിക്കുന്നത്? പിന്നെ അങ്ങനെയുണ്ടായിട്ട് ക്ലാസ് ഒന്ന് കഴിച്ചു വെച്ചാൽ പറയും, എന്റെ കുഞ്ഞെ ഒന്നും പറയണ്ട, സന്തോഷത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച് കേട്ട എല്ലാവരുടെയും മുഖം കണ്ടിട്ട് ഭയങ്കര ദുഃഖത്തിലും പ്രയാസത്തിലും നിരാശയിലും ഒക്കെയാണ് അവരിയ്ക്കുന്നത്. സന്തോഷിക്കാൻ മാർഗമൊന്നുമില്ല. ഒരുപക്ഷെ ഒന്നുമില്ലെന്നുള്ളതായിരിക്കും ശരി, ഒന്നുമില്ലെന്നുള്ളതായിരിക്കും ശരി. പക്ഷെ വിശ്വാസികളായ നമുക്ക് സന്തോഷിക്കാൻ മാർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ മാർഗമുള്ളത്? കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് ആരും സന്തോഷിക്കാനില്ലെങ്കിലും, കാരണം കർത്താവ് ഒരിക്കലും മാറുന്നവനല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും ഒന്നായി തന്നെ ഇരിക്കുന്നവൻ, മാറ്റങ്ങൾക്ക് അതീതനായിരിക്കും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷമാണ്? അപ്പൊ നമ്മൾ സന്തോഷിക്കണം. പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. ഒടുവിൽ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കും. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും എഴുതുന്നതിൽ എനിക്ക് യാതൊരു മടുപ്പുമില്ലെന്നാ പറഞ്ഞത്. എനിക്ക് യാതൊരു മടുപ്പുമില്ല. അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കാം. നമുക്കൊന്നും നഷ്ടമായിട്ടില്ല, നമുക്കെല്ലാം ക്രിസ്തുവിനുണ്ട്. അഞ്ചാമതായിട്ട് പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, കർത്താവിൽ എത്ര പ്രാവശ്യം പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ സന്തോഷിപ്പീന്നല്ല, എപ്പോഴും സന്തോഷിപ്പീൻ, ഏത് സാഹചര്യത്തിലും കർത്താവ്. അപ്പൊ എപ്പോഴും എന്ന വാക്ക് നമ്മൾ അടിവരയിടണം. നമുക്ക് വേദന വരുമ്പോ, ദുഃഖം വരുമ്പോ, രോഗം വരുമ്പോ, പരാജയം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, സാമ്പത്തിക പരാധീനത വരുമ്പോ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ദോഷം പറയുമ്പോൾ, നമ്മളെ ഇങ്ങനെ നമുക്ക് പ്രതികൂലങ്ങളായിരിക്കുന്ന 100 സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോൾ, അപ്പോൾ അടിവര ഇടണം. അതിട്ട് പറയാം എപ്പോഴും സന്തോഷിപ്പാൻ എന്ന് പറയാം. ഇപ്പോഴും സന്തോഷിപ്പാനാണ്, എപ്പോഴും സന്തോഷിപ്പാൻ. വല്ലപ്പോഴും ഒക്കെ എന്നായിരുന്നെങ്കിൽ, മിക്കപ്പോഴും എന്നൊക്കെ പൗലോസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണ്. ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഒരു വിശ്വാസിക്ക് അങ്ങനെ വെക്കുവോ? സാഹചര്യങ്ങൾ ഇങ്ങനെ മാറ്റപ്പെടുമ്പോ നമ്മുടെ അനുഭവങ്ങൾ മാറില്ലേ? അനുഭവങ്ങൾ മാറും. അപ്പോൾ എങ്ങനെയാ സന്തോഷിക്കുന്നത്? അതാണ് ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്ത്യജീവിതം. കാരണം മാറ്റപ്പെടാത്ത യേശു ക്രിസ്തു കൊണ്ട് അവൻ അനന്യനാണ്. അവന് സന്തോഷിക്കാനാണ് പറയുന്നത്, അവന് സന്തോഷിക്കാനാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിൽ സന്തോഷിക്കും. നമ്മുടെ പ്രത്യാശയെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ സന്തോഷിക്കല്ലാതെ എന്ത് ചെയ്യാനാണ്? കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയാൽ വീണ്ടും നിങ്ങളെ എൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊള്ളാമെന്ന് പറയുന്നു. അതെ, നിത്യസ്വർഗത്തെ മുന്നേ കണ്ടുകൊണ്ട് ഈ ഭൂമി പ്രവർത്തിക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി സുവിശേഷം പറയാൻ, സഹോദരന്മാരെ ഉത്സാഹിപ്പിക്കാൻ, പ്രാർത്ഥന ജാഗരിക്കാൻ, എന്തോ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയം വല്ലതും തികയുമോ? കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എവിടെയാ സമയം? അപ്പൊ നാം അതൊക്കെ ചെയ്യുന്നു എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ഇതൊന്നുമില്ല, നമ്മൾ അലസരായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കെ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു പ്രയോഗം എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. റോമാലേഖനം 12:12, ആശയിൽ സന്തോഷിക്കുക. ഈ എങ്ങനെ ഈ ആശയിൽ സന്തോഷിക്കുന്നത്? ആശ എന്നൊരു പ്രത്യാശയാ. പ്രത്യാശയിൽ സന്തോഷിപ്പിക്കാൻ ദൈവം നമുക്ക് ചെയ്യാമെന്നും തരാമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള 100 കാര്യങ്ങളല്ലേ? അതൊക്കെ അതിന് സന്തോഷിക്കേ. കർത്താവ് വരുവിടെ മോനെ, കർത്താവ് വേഗം വരും. കർത്താവ് വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. പിന്നെ ഈ ഭൂമിയുടെ പ്രശ്നവും നമുക്കില്ല, ഈ രോഗവുമില്ല, പ്രയാസവുമില്ല, ബുദ്ധിമുട്ടുമില്ല, പട്ടിണിയുമില്ല, ദാരിദ്ര്യവുമില്ല. പിന്നെ നമുക്ക് നമ്മളെ ശല്യം ചെയ്യുന്ന അയൽക്കാരുമില്ല, ആരുമില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. നമ്മളെന്താ അവിടെ വിഷമിച്ചിരിക്കുന്നത്? നമുക്ക് ആകപ്പാടെ പ്രാർത്ഥിച്ചാൽ പോരെ, ആമേൻ കർത്താവായ യേശുവേ വരണമേ, അത് പറഞ്ഞാൽ മതി. പിന്നെ കർത്താവിന്റെ വരവിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഏത് കാര്യമാണ്? ഈ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കും. അപ്പോൾ അവസാനം നമ്മൾ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞേ വരത്തുള്ളതാണ്. അപ്പോൾ കർത്താവ് വരണ്ടെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. കാരണം അവരുടെ റബ്ബർ ഇനിയും വെട്ടാൻ കിടക്കുന്നു, അവരുടെ പിള്ളേർ ഇനിയും പഠിച്ച് പാസ്സാകാൻ കിടക്കുന്നു, അവർക്ക് ഇനി കല്യാണം മക്കളെ കഴിഞ്ഞിട്ട് വേണം അടുത്ത തലമുറ കാണാൻ.
അവർക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെന്താ മനസ്സിന്റെ ഉള്ളിൽ പറയുന്നത് വരരുതേ 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 എന്ന്. അതുകൊണ്ട് അവർ ചെയ്യുന്ന എന്താ, സൂചിയുടെ പോയില്ല, സൂചിയിലേക്ക് പോവുകയില്ല. അവർ ഞാൻ സൂചിയുടെ വിലക്ക് പോകില്ല. ഞാൻ സൂചിയുടെ വില ചെയ്തിട്ട് പെട്ടെന്ന് കർത്താവിക്ക് വന്നെങ്കിൽ എന്തോ ഒരു നഷ്ടമായി പോകും. ഞാൻ പോവില്ല. അങ്ങനെയൊന്നും നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അർത്ഥമാക്കുന്നത്. കാരണം ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്ന കർത്താവിന്റെ വരവാണെങ്കിൽ ആ പ്രത്യാശ നിവൃത്തിയാകുവാനായിട്ട് കർത്താവ് പറഞ്ഞ ഈ സുവിശേഷം ലോകത്തെല്ലായിടവും പ്രസംഗിക്കപ്പെടും. ഞാനോ ലോകാവസാനത്തുള്ളൂ എല്ലാ നാളും നിങ്ങളോട് പോയി. സുവിശേഷ വേല ചെയ്യാത്തവർ കർത്താവ് വരണമെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മകൻ അമേരിക്കയിൽ പോയി 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ അപ്പനെ അയച്ചു കൊടുത്തു, അല്ലെ അനിയന്റെ ചേട്ടനെ അയച്ചു കൊടുത്ത് പറഞ്ഞു, നീ ഒരു വീട് പണിയണം, വീട് എപ്പോ പണിതോ റെഡി ആകുമ്പോ എന്നെ അറിയിച്ചേക്കണം, ഞാൻ ഉടനെ തന്നെ വരാം, നമുക്ക് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് കയറി താമസിക്കും. അപ്പോ ഈ ചേട്ടൻ വരരുതെന്നാണ് ഈ അന്യന്റെ താല്പര്യം, അപ്പന്റെ താല്പര്യം. അതുകൊണ്ട് വീട് നീട്ടിക്കൊണ്ട് പോവുക. വർഷങ്ങളായിട്ട് വീട് പണിയാ. ചേട്ടൻ എന്ന് വിളിച്ചു ചോദിക്കും, വീട് പണി എന്തുവാ, വീട് പണി എന്തായി? താമസിയാതെയാകും എന്നാണ് ഉത്തരം. എന്താണ് ഇത് താമസിക്കുന്നത്? സത്യം പറയാൻ നോക്കുവോ? നീ വരണ്ട, അതുകൊണ്ടാണ് ഞങ്ങളെ താമസിപ്പിക്കുന്നത്. ഓ, മേശരിമാരും കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല, പണി ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഞാൻ പണി കഴിഞ്ഞേ വരുന്നുള്ളൂ. സ്തോത്രം. ഇവിടെ എങ്ങും നടക്കൂലല്ലോ. അതാണ് നമ്മുടെ വിശ്വാസികളുടെ കണ്ടീഷൻ. കണ്ടീഷനില്ല. ഒരെണ്ണം പോലും കർത്താവ് വരാൻ ആഗ്രഹിക്കുന്നവരില്ല. വന്നാൽ അവർക്ക് നഷ്ടമാണ്. ഒന്നാമതവരുടെ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൊടുക്കണം. ആ കണക്ക് കൊടുക്കാൻ അവരാരും റെഡിയല്ല. പഠിക്കാത്ത പിള്ളേർക്ക് പരീക്ഷ വരുന്ന സന്തോഷമാണോ? രാഷ്ട്രീയവും കളിച്ച് പന്തും കളിച്ച് നടക്കുന്ന പിള്ളേർക്ക് ഫൈനൽ എക്സാം ആണ് എന്ന് കേൾക്കുന്നത് എന്തോ ഒരു ഹാർട്ട് അറ്റാക്ക്. ഓ, പരീക്ഷ നീട്ടി വെച്ചിരിക്കും 2 മാസത്തേക്ക്. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അതുപോലെയാണ് കർത്താവ് വരികയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കർത്താവ് വരിക എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖം. അതുകൊണ്ട് ക്രിസ്ത്യൻ സുവിശേഷത്തിലും പോകില്ല. ഒന്നും കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കുന്നത് 2 ദിവസത്തെ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം സുവിശേഷത്തിലേക്ക് പോകില്ല. കാരണം എന്തിനാ? കർത്താവ് ജോലി വരും പോവില്ല. അതിലൊന്നും ആരും മെനക്കെടുവില്ല. ഇപ്പൊ പൗലോസ് എന്താ പറഞ്ഞു? പൗലോസ് എന്റെ സഹോദരന്മാര് പ്രത്യാശയെ സന്തോഷിക്കാൻ പറഞ്ഞു, ആശയെ സന്തോഷിക്കാൻ പറഞ്ഞു. വേറെ നോക്കിയ വേറെ ഒരു കാര്യത്തെ നമുക്ക് സന്തോഷിക്കാം. മാറ്റപ്പെടാത്ത കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളിൽ നമുക്ക് ധാരാളം സന്തോഷിക്കണം. അപ്പൊ എല്ലാവർക്കും വേണ്ട ഒന്നാണ് സന്തോഷം. സന്തോഷം എല്ലാവർക്കും വേണം. പക്ഷേ സന്തോഷത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആർക്കും. വചനം കേൾക്കാൻ പോലും താല്പര്യമില്ല. ഇത്രയും ദൂരം പെട്രോൾ ഒഴിച്ച് ഇവിടെ വന്ന് നിന്നുറങ്ങുക എന്ന് പറയുമ്പോൾ നഷ്ടമല്ലേ? എന്തിനാ ഇത്ര പെട്രോൾ കളയുന്നത്? വീട്ടിൽ കിടന്നത് വല്ല ഇഷ്ടമുള്ള മൂവി എന്തെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്ത് അവിടെ ഇരിക്കാമായിരുന്നു. ഇവിടെ വന്ന് നിന്നുറങ്ങിയിട്ട് തന്നെ വയ്ക്കുന്നതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. സന്തോഷിക്കാനുള്ളതായിരിക്കുന്ന യാതൊരു മാർഗവും ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യില്ല. യാഥാർത്ഥ്യമില്ല. അതാണ്. പൗലോസ് ആണെങ്കിൽ പറയാ, രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്നാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് അതുപോലെ സന്തോഷമുള്ള ഒന്ന്. വേറൊരിക്കൽ പൗലോസ് പറഞ്ഞു, റോമാലേഖനത്തിലാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ജലപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നരകത്തിൽ പോകാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, പൗലോസ് നീ നരകത്തിൽ പോകാമെങ്കിൽ നിന്റെ ആളുകളെ എല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ദൈവം പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും, കർത്താവ് ഞാൻ റെഡിയാ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അത്രയധികം ആള് രക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പൗലോസ്. യഥാർത്ഥമായി, വെറുതെ അല്ല, യഥാർത്ഥമായി. നമ്മൾക്ക് ആ ഭാരമില്ലാതെ പോയി, നമുക്ക് പ്രത്യാശയില്ലാതെ പോയി. കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് പ്രത്യാശയില്ല, വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സുവിശേഷത്തെക്കുറിച്ചൊരു ഭാരം നമുക്കില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധ്യത നമുക്കില്ല. നാം ഇങ്ങനെ കളിച്ചും ചിരിച്ചും തിന്നും കുടിച്ചും, നോഹയുടെ കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പോലെ തിന്നും കുടിച്ചും കല്യാണത്തിന് കൊടുത്തും കഴിപ്പിച്ചും ഒക്കെ ഇരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ജലപ്രളയം വന്നു എന്ന് പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരികയും നമ്മളെ നാണം കെട്ടവരായിട്ട് കാണുകയും ചെയ്യും. കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, പോകാൻ ആഗ്രഹമില്ലാത്ത കുറച്ച് ആളുകളെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകണമെന്ന്. പോകാനൊട്ടും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ഇവിടെ തന്നെ കഴിച്ചു കൂടാൻ അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് അവരെ വലിച്ചു കെട്ടിക്കൊണ്ട് മേപ്പെട്ട് പോകുമ്പോഴേ
എന്തൊരു പ്രയാസമായിരിക്കും. എന്നാൽ കർത്താവിന് വരുമെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമായ ഉന്മേഷം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആകാംക്ഷയോട് കാത്തിരിക്കുകയും കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത കുറേ വിശ്വാസികൾ കർത്താവിന്റെ അന്ത്യകാഹളം കേൾക്കുന്ന മാത്രമേ അവരെത്ര ആയിരം ഹല്ലേലൂയ പറയും, എത്ര ആയിരം സ്തോത്രം പറയും, അവരെന്തോ ഒരു സന്തോഷത്തിലായിരിക്കും എന്നുള്ളത് ഓർക്കേണ്ടതാണ്. സ്വർഗം അനേകർക്കും ഒരു ദുഃഖമുള്ള നിറഞ്ഞ സ്ഥലമായിരിക്കും കേട്ടോ. അവിടെ കരച്ചിലും വെല്ലുവിളിയും ഉണ്ടാവുന്നൊക്കെ ഉണ്ടല്ലോ. കർത്താവ് കണ്ണീരൊക്കെ തുറച്ചു കളയും. എന്ത് ചെയ്യും? കർത്താവല്ല വിനാരം തുറയ്ക്കും. നമ്മുടെ സ്വർഗത്തെ പറ്റി പറയുന്നത് ലളിതമായ ഒരു വാക്കിന് പോലും കണക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ കണക്ക് കൊടുപ്പിന് ദിവസവും നിങ്ങൾ ഓർമ്മേ, ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കണം. അപ്പോൾ വന്ന് വിളിച്ചു നിർത്തി, നീ അന്തത് പറഞ്ഞില്ലേ, ഈ വാക്ക് പറഞ്ഞില്ലേ, അങ്ങനെ ഒരുത്തരോട് പറഞ്ഞില്ലേ, അവനതുകൊണ്ട് ദുഃഖിച്ചില്ലേ, നീ അത് പറഞ്ഞില്ലേ, അവള് ദുഃഖിച്ചില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് വാക്കുകൾ അങ്ങോട്ട് ദൈവജനത്തിന്റെ മുൻപാകെ ഇത് പറയുമ്പോഴേ നമ്മുടെയൊക്കെ മുഖത്തൊക്കെ ഇപ്പൊ നോക്കണം. എന്തായിരിക്കും ഇവിടെ മുഖത്ത്? അയ്യോ കർത്താവ് അങ്ങനെ ആവത്തെ പറ്റി കർത്താവ് അങ്ങനൊന്നും ചോദിക്കാതിരി, കർത്താവ് അങ്ങനൊന്നും ചോദിക്കാം, പുസ്തകം അടക്കി കർത്താവ്. കർത്താവ് ഒരടയ്ക്കാനല്ലേ എഴുതിയത്, ഇത് വായിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകം. എഴുതി മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം വായിച്ച് കേൾപ്പിക്കും എല്ലാവരും. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് തക്കവണ്ണം ന്യായവിധി. അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ തിട്ടത്തോടുകൂടെ നാം ചിന്തിച്ചാലോചിച്ചൊക്കെ ഇരിക്കും, നല്ലതാണ്. അല്ലെങ്കിൽ നാം വിചാരിക്കാത്തതായിരിക്കും സമയത്ത് മനുഷ്യത്വം വരികയും നമ്മളെ പോകാൻ തയ്യാറില്ലാത്തവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ആർക്കാ ഇല്ലാത്ത, എത്ര നന്നായി ജീവിക്കുന്നവർക്കും ഉണ്ട്. അപ്പൊ ജീവിക്കാത്തവരുടെ കാര്യം പറയണം. വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചിട്ട് പോലും അത് തെറ്റുണ്ടെങ്കിൽ പിന്നെ സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്നവരുടെ കാര്യം പറയും. അതുപോലെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് തെറ്റുകളും കുറ്റങ്ങളും ഓരോ പ്രാവശ്യം ഏറ്റുപറഞ്ഞ് സന്ധിക്കിടക്കുന്നതിന് മുമ്പ് കർത്താവെ കഴിഞ്ഞ പകൽ സംഭവിച്ച എല്ലാം എന്നോട് ക്ഷമിക്കണമേ, ഇന്ന് രാത്രി വരുന്നെങ്കിൽ രാവിലെ ഞാൻ രാത്രി വരുന്ന നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകാനിടയാകരുത് എന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ കാല് പിടിച്ച് ഏറ്റുപറഞ്ഞ് ഒക്കെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കാനിടയായെങ്കിൽ സന്തോഷം. ക്രിസ്ത്യ ജീവിതം സന്തോഷിക്കാനുള്ള ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ ജോയ്ഫുൾ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ജോയ്ഫുൾ ലൈഫ്. ക്രിസ്ത്യ ജീവിതം സന്തോഷകരമായ ജീവിതമാണ്. അത്രയും സന്തോഷകരമായ വേറൊരു ജീവിതമില്ല. സത്യക്രിസ്ത്യാനിയായി ജീവിക്കുകയും ക്രിസ്ത്യാനിയായ കഷ്ടം അനുഭവിക്കുകയും സത്യക്രിസ്ത്യാനിയായ അപമാനം അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഒരുങ്ങാത്തവരായി കണ്ടാല് വിളക്കിലെണ്ണയില്ലാത്ത കന്യകമാരെ പോലെ ഇരിക്കും. പുറത്ത് കിടന്ന് കരയുകയെ നിവൃത്തിയുള്ള വേറൊന്നുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.